ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ രസകരമായ ഒരു വിഷയമാണ്. പട്ടിയോടുള്ള സ്നേഹം മൂലം കെട്ടിയ ഒരു മനുഷ്യനെ കണ്ടെത്തുകയുണ്ടായി. കെട്ടിയത് പട്ടിയല്ലോ കേട്ടോ, കെട്ടിയത് അവനെപ്പോലെ തന്നെ പട്ടിയെ സ്നേഹിച്ച മറ്റൊരു യുവതിയെ കണ്ടെത്തിയപ്പോൾ അവർ രണ്ടുപേരും തീരുമാനമെടുത്തു കല്യാണം കഴിക്കാൻ. ഇവരിങ്ങനെ വിവാഹ ജീവിതത്തെക്കുറിച്ചൊരു ചിന്ത പോലും ഇല്ലായിരുന്ന സമയത്ത് കൂട്ടുകാരാരോ പറഞ്ഞ് പ്രേരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരു നല്ല ഇനം പട്ടിയെ വാങ്ങിക്കാൻ അവൻ തീരുമാനിച്ചു. കിട്ടി. ആ പട്ടിയെ അവൻ വളരെയേറെ സ്നേഹിച്ചു. പട്ടി തിരിച്ചും സ്നേഹിച്ചു. അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്താണ് അവനൊരു യുവതിയെ കണ്ടുമുട്ടി. അവക്കും ഈ പട്ടിയോട് ഭയങ്കര സ്നേഹം. അവൾക്കുണ്ടായിരുന്നു അവളുടെ വളർത്ത നായ. ഇനി ഇവർ രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പരസ്പരം ഇഷ്ടം തോന്നി. വിവാഹം കഴിക്കാൻ തീരുമാനമെടുത്തു. കല്യാണം കഴിച്ചു. ഇന്നിപ്പോൾ രണ്ടുപേരും പട്ടിയും സ്നേഹിക്കുന്നുണ്ട്. അതിലേറെ പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് അവർ മാറി. എന്തൊക്കെ ഈ ഒരു വളർത്തു മൃഗത്തോടുള്ള സ്നേഹം അത് അവരെ എവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. സ്നേഹം മനുഷ്യരോടാണേലും ദൈവത്തോടാണേലും മൃഗങ്ങളോടാണേലും സ്നേഹമാണ്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ പഠിക്കാൻ പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, ഹൃദയം സ്നേഹിക്കാനുള്ളതാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും ഒരു ഹൃദയമുണ്ട്. ഒരു ശരീരം മാത്രമല്ല, ഹൃദയമുണ്ട്, നമുക്കൊരാത്മാവുമുണ്ട്. ഇനി വിശുദ്ധർ ഒരുപോലെ പറഞ്ഞ ഒരു കാര്യമാണ്, ഹൃദയം സ്നേഹിക്കാനുള്ളതാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ അവർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമുക്കൊരു ഹൃദയമുണ്ടല്ലോ, ഹൃദയം സ്നേഹിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാം. ലെറ്റ് us love. ദൈവത്തെ സ്നേഹിക്കാം, പരസ്പരം സ്നേഹിക്കാം. കാരണം നമ്മുടെ ഹൃദയം അതിനു വേണ്ടിയുള്ളതാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, സ്നേഹമാണ് നമ്മുടെ വിളി. സ്നേഹിക്കാനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പരീക്ഷയിൽ തോറ്റാലും അത്ര വലിയ തോൽവിയായിട്ട് അതിനെ കാണണ്ട. ബിസിനസ്സിൽ തോറ്റുപോയാലും അത്ര വലിയൊരു തോൽവിയായിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല. സ്നേഹിക്കുന്നതിൽ തോറ്റാൽ ജീവിതത്തിൽ തന്നെ നമ്മൾ തോറ്റുപോവുകയാണ്. അതാണ് ഏറ്റവും വലിയ തോൽവി. സ്നേഹിക്കുന്ന കാര്യത്തിൽ നാം തോറ്റുപോകുന്നത്. അത് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1 കൊരിന്തോസ് 14:1 സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. 1 യോഹന്നാൻ 4:8 വായിച്ചാൽ ദൈവത്തെ അറിഞ്ഞവർ സ്നേഹിക്കും, കാരണം ദൈവം സ്നേഹമാണ്. ആ ദൈവത്തെ അറിഞ്ഞ് സ്നേഹത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും. യോഹന്നാൻ 15:12 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. കർത്താവ് നമ്മെ സ്നേഹിച്ചത്, യേശു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണെന്നെല്ലാം ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. എഫേസ്യസ് 5:22 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഈ ഒരു യാഥാർത്ഥ്യം കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളത് നമ്മുടെ വിളിയാണ്. യോഹന്നാൻ 13:35 എടുത്താലോ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. ഈ സ്നേഹം കണ്ടിട്ട് വേണം നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് മറ്റുള്ളവർ പറയാൻ. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ട് വേണം ക്രിസ്ത്യാനികളെന്ന് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയാനെന്ന്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, സ്നേഹം നമ്മുടെ നിയമമായിട്ട് മാറണം. നമുക്ക് വേണമെങ്കിൽ വേറെ പല നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നവരെന്ന് പറഞ്ഞ് ആശ്വസിക്കാം. അതിനേക്കാൾ സ്നേഹം നമ്മുടെ നിയമമാക്കണം. ലൂക്ക 10:25 മുതൽ വായിക്കുമ്പോൾ നല്ല സമറായക്കാരൻ്റെ ഉപമ. അവിടെ എന്താണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുക? കുറേ നിയമങ്ങൾ പാലിച്ച വ്യക്തികൾ, അവർക്ക് സ്നേഹം ജീവിക്കാൻ പറ്റിയില്ല. കർത്താവ് ചോദിച്ചത്, നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് സ്നേഹം ജീവിക്കുക എന്ന കാര്യമല്ലേ? അത് നിങ്ങൾക്ക് പറ്റിയില്ല. കാരണം നിങ്ങൾ സ്നേഹം മറന്നിട്ട് നിയമത്തിന് അമിത പ്രാധാന്യം കൽപ്പിച്ചു. 1 തീമോത്തി 1:8 വായിച്ചാൽ നിയമം നല്ലതാണ് എപ്പോൾ? ഉചിതമായി കൈകാര്യം ചെയ്യുമ്പോൾ. യേശു ചില സാഹചര്യങ്ങളിൽ നിയമം ലംഘിച്ചു. അത് ഉചിതമായി നിയമം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, സ്നേഹം ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അത് സാപത്ത് ലംഘിച്ചതാണെങ്കിലും പുരോഹിതന്മാർക്ക് മാത്രം
വെച്ചിരുന്ന അപ്പമെടുത്ത് ഭക്ഷിച്ചതാണെങ്കിലും അവിടെയെല്ലാം സ്നേഹം ജീവിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഗലാത്യർ 5:14 നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരൊറ്റ നിയമത്തിൽ, അതായത് പരസ്പരം സ്നേഹിക്കുക എന്ന നിയമത്തിൽ ബാക്കി എല്ലാ നിയമങ്ങളും അടങ്ങിയിരിക്കുന്നു. മർക്കോസ് 12:30 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കഴിവും ഉപയോഗിച്ച് ദൈവത്തെ സ്നേഹിക്കുക, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളായി മാറുക. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കണം, ഈ സ്നേഹത്തിൽ നാം എന്തായി തീരണം, സ്നേഹിക്കുന്ന നാം എന്തായി മാറണം, അല്ലെങ്കിൽ ഏത് ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ മുന്നേറണം. ഇത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എഫേസസ് 3:17 സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണം. 1 തെസ്സലോനിക്ക 4:10 വായിച്ചാൽ സ്നേഹത്തിൽ ഉത്തരോത്തരം വളരണം. 1 യോഹന്നാൻ 4:16 വായിച്ചാൽ നിങ്ങൾ സ്നേഹത്തിൽ വസിക്കണം, അപ്പോൾ ദൈവത്തിൽ വസിക്കുന്നവരായി മാറും, ദൈവം നിങ്ങളിലും വസിക്കുന്നവരായി മാറും. 2 യോഹന്നാൻ അതിൻ്റെ 6-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്നേഹത്തിൽ വ്യാപരിക്കണം, വാക്ക് ഇൻ ഹിസ് ലവ്. ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായി മാറുക എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഈ ഒരു ബോധ്യത്തോടുകൂടി സ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ ആഗ്രഹിച്ച് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.